നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുവെന്നല്ല, ഏതു പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനും നിശ്ചയമായും അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന്, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന മനുഷ്യർ. രണ്ട്, ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്ന മനുഷ്യർ. ദൈവകൽപ്പന പ്രകാരം ഒരുവൻ ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങളാണ് നാം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയം അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ആര് ദൈവകൽപ്പന കാത്ത് ദൈവം പറയുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുവെന്നല്ല, ഏതു പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനും നിശ്ചയമായും അവൻ വിജയിക്കുക തന്നെ ചെയ്യും. 112-ാം സങ്കീർത്തനത്തില് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വിജയത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നുണ്ട്. ആ സങ്കീർത്തന ഭാഗം നമ്മൾ ഒന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. ആ ഭാഗത്ത് നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവകൽപ്പന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന്റെ തലമുറ, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ദൈവകൽപ്പന കാത്തുകൊണ്ടാ മതി. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ സദൃശ്യവാക്യം 3-ാം അധ്യായത്തില് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ആരും തരാത്ത സമാധാനം ദൈവം മാത്രം തരുന്ന ആ സമാധാനം കൊണ്ട് നിന്നെ സർവശക്തനായ ദൈവം നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ വചനം കേട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത വചനവും കൽപ്പനയും പ്രമാണിച്ച് ജീവിപ്പാൻ അവരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാനാണ്. അവരുടെ മൂവ്മെന്റ്സിനെ തടസ്സം ചെയ്യുന്ന എല്ലാ സ്പിരിറ്റും അവരുടെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോകട്ടെ. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവകൽപ്പന കാക്കുന്ന നിന്നെ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു.